ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് സീസൺ 6 മലയാളം കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഫിനാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ചാനൽ ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 അകത്തും നടക്കുന്നു പുറത്തും നടക്കുന്നു എന്ന് നമുക്കറിയാം. ഭയങ്കര വിവാദങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ്. കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതിലേറ്റവും ഉദാഹരണമായിട്ടുള്ളത് ജാസ്മിൻ്റെ പ്രകടനമാണ്. ഇത്രയും നാളും ജാസ്മിൻ വെറുപ്പിച്ച് നിന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എല്ലാ ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ കൂടി ഗബ്രിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഗബ്രിയുടെ കൂട്ടുകെട്ട് ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അത് ഗബ്രിയുമായി കോംബോ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ്. ഒരു കോംബോ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല. കാരണം ഇതിനു മുന്നുള്ള സീസൺസിൽ കോംബോ ഇഷ്ടംപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർക്കെല്ലാം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കോംബോ ഗബ്രിയും ജാസ്മിനും കൂടെ കോംബോ ഉണ്ടാക്കുകയും അതിൽ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്ന ജിൻഡോയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ പാർട്ടായിട്ടല്ല എതിർക്കുന്നത്. മ്ലേച്ഛമായ സംസാരങ്ങൾ, കറുത്ത മത്സ്യകന്യകൻ, അതായത് പേഴ്സണലായിട്ട് ആ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ജിൻഡോ ഒരു ഇന്നസെൻ്റായിട്ട് ആക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ശരിക്കും ഇന്നസെൻ്റ് ആയിരിക്കുകയും അങ്ങനെ പ്രേക്ഷകർ വിചാരിക്കുകയും ചെയ്യുന്ന സമയം ഈ ഇന്നസെൻ്റ് അല്ല ജിൻഡോയെ ഇവർ എത്രത്തോളം എതിർക്കുമോ അത്രത്തോളം നെഗറ്റീവിലേക്ക് ഗബ്രിയും ജാസ്മിനും, അതായത് ജബ്രി കൂട്ടുകെട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജാസ്മിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ഗബ്രിക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ഗബ്രി നല്ലൊരു ഗെയിം പ്ലെയറാണ്, ജാസ്മിൻ നല്ലൊരു ഗെയിം പ്ലെയറാണ്, അതെല്ലാം ഇതിനകത്തങ്ങ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് കൺഫേം ആയത് ഗബ്രി പുറത്താകുകയും ജാസ്മിൻ തനിയാകുകയും ചെയ്തപ്പോൾ ജാസ്മിൻ വീണ്ടും കുറേ കാര്യങ്ങൾ ഗബ്രിയുടെ ഫോട്ടോ വെച്ചും മാല വെച്ചും ഒക്കെ കളിച്ചു. പക്ഷെ അവിടെയും ജാസ്മിന് തെറ്റിപ്പോയി. പക്ഷെ പുറത്തുനിന്ന് വാപ്പ ഉമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും അവർ കാര്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായി ഇത് പാളിപ്പോകുന്ന കാര്യങ്ങളാണ് മോള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ രണ്ട് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ഇൻഡയറക്റ്റ്ലി അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ജാസ്മിൻ അത് മനസ്സിലാകുകയും ചെയ്തു. ഇപ്പോൾ ജാസ്മിന് യാതൊരു നിലവിളിയില്ല. ഗബ്രിയുടെ വാട്ടർ ബോട്ടിൽ കൊണ്ട് നടക്കണ്ട, ഗബ്രിയുടെ ഒരു സാധനങ്ങളുണ്ട്, ഗബ്രിയുടെ പേര് പോലും പറയണ്ട. അപ്പോൾ മാത്രമല്ല റസ്മിൻ, ഏറ്റവും ചങ്കായിട്ടുള്ള റസ്മിൻ ഔട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ വീണ്ടും ഷോ ഓഫ് കാണിക്കുക എന്നുള്ളത്. പക്ഷെ ഒന്നുമില്ലാതെ നല്ല പവർഫുൾ ആയിട്ട് നിന്നിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്സര അവിടെ ഭയങ്കരമായിട്ട് ആക്ടിങ് ആയിരുന്നു എന്ന് എനിക്ക് അത് തോന്നി. കാരണം അപ്സര അങ്ങനെ വലിയ കൂട്ടൊന്നും അല്ലായിരുന്നു റസ്മിനോട് കൂടി. പിന്നെ അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പുച്ഛമാണ് എനിക്ക് തോന്നിയത്. കാരണം അപ്സര എനിക്ക് നേരത്തെ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം എന്തുകൊണ്ടോ എനിക്കൊരു വെറുപ്പ് അപ്സരയുടെ മേലിലുണ്ടായിരിക്കുന്നു. അതിൽ ഇങ്ങനത്തെ കുറച്ച് ആക്ടിങ് കണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ റസ്മിൻ ഔട്ടായി അപ്സരയാണ് പുറത്തു പോകുന്നതെങ്കിൽ അപ്സര അതിൽ സന്തോഷിക്കുമായിരുന്നു, റസ്മിൻ സേവ് ആയല്ലോ എന്ന്. അപ്പം ഇങ്ങനത്തെ ആക്ടിങ് ഒന്നും പ്രേക്ഷകരുടെ ഇടയിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഫാക്ടേഴ്സ് ഒന്നും അല്ല എന്ന് അപ്സരയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകും. നെക്സ്റ്റ് വീക്കിൽ ഞാൻ വിചാരിക്കുന്ന അപ്സരയാണ് പുറത്തു പോകുന്നത്, അതല്ലെങ്കിൽ ഋഷി ആയിരിക്കും. ഋഷി ജെന്യൂനായിട്ട് നിന്ന് കളിക്കുന്ന ആളാണ്. പക്ഷേ ഋഷി ആ ജെന്യൂനിറ്റി തന്നെയാണ് ഋഷിയുടെ ശാപവും. ഋഷി ഓരോ ടാസ്കൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യും. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഒരു ഇത് കാണുന്നുണ്ട്. സായിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ ആരോ ഇവിടെ പുറത്തിറങ്ങിയ ആൾക്കാരിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, സായി ആദ്യം സിബിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്. സായി പറയുന്നു ടാസ്കുകൾ പെർഫോം ചെയ്യുക, ഫുഡ് കഴിക്കാൻ വെറുതെ ഇരിക്കുക, ഇതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിലാണ് സായി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സായിയെ കാണാതിരിക്കുന്നത്. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ജാസ്മിൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജാസ്മിനെ പേഴ്സണലി ആദ്യം ഇഷ്ടമല്ലായിരുന്നു. കാരണം ജാസ്മിൻ്റെ സംസാര രീതി ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ ഒത്തിരി കൺട്രോളായി. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗേളാണ്. പിന്നെ ഒരു പേഴ്സണൽ റിവെഞ്ച് ആരോടും ഇല്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വഴക്കോടും, പക്ഷേ ആ നെക്സ്റ്റ് മൊമെൻറ്റ് ടാസ്ക് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ ജാസ്മിൻ പഴയ ജാസ്മിനായിട്ട് അവരോട് കൂടി കളിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഇഷ്ടമാണ്. എന്നാലും ഫസ്റ്റ് പ്ലേസ് കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു വിലയിരുത്തലിൽ ജിൻഡോയായിരിക്കും. ജാസ്മിൻ സെക്കൻഡ് പ്ലേസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കണ്ടസ്റ്റൻറ്റ് അഭിഷേകാണ്.
അഭിഷേക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അഭിഷേകിന് ആ ഒരു മൈൻഡിലൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി എന്ന് ഒരു സമയത്ത് പറയുന്നു, മദേഴ്സ് ഡേയുടെ അന്നാണ്. അത് കണ്ടിട്ട് എല്ലാ പ്രേക്ഷകർക്കും അഭിഷേക് ഒരു പോസിറ്റീവായിട്ട് മാറി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, അഭിഷേക് അതിനൊത്ത് ഉയർന്നും വരുന്നുണ്ട്. ഇനിയും ഒരു മാസം കൂടിയുണ്ട്. ഈ 1 മന്തിൽ അഭിഷേക് കയറി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രേക്ഷകർക്ക് അഭിഷേക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ട് അഭിഷേക് അതിനൊപ്പിച്ച് കയറി വരണം എന്നുള്ളത്. കാരണം ഇത്രയ്ക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാതെ പോയത് അപ്സരയും ഋഷിയുമാണ്. ഋഷി എന്തോ മെൻ്റലി ഡൗൺ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഋഷിയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.